ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. നമ്മൾ കുറേ ആയില്ല ലഞ്ച് ബോക്സ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞാൽ 6 മാസമായി ലഞ്ച് ബോക്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. അതും പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒരു വീഡിയോ കണ്ടേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം മുമ്പ് ലഞ്ച് ബോക്സ് വീഡിയോ എന്ന് പറയുമ്പോൾ വല്ലാതെ പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന ഒരു വീഡിയോസ് ആയിരുന്നു. ഇപ്പം അതില്ലാത്തത് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം മെല്ലെ മെല്ലെ. ഇന്ന് എന്തായാലും ഈസി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് സ്പൈസ് ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് പുട്ടുപൊടി ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പൊൻകതിരിൻ്റെ അടുത്തേക്കുന്നത്. അപ്പം കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതങ്ങ് മിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കുതിർന്നോളും. അതായത് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. അപ്പോൾ അവിടെ ഒഴിച്ച് മിക്സ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം. എന്നിട്ട് ഒരു ഉള്ളി അങ്ങാണ് എടുത്താൽ മതിയാവും. മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത്, ഇതുപോലെ അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ചേർക്കണം കേട്ടോ, അതും മസ്റ്റാണ്. കാരണം ആവിയിൽ വെന്ത് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ സ്മെല്ല് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും പിന്നെ നമ്മുടെ ഈ ഉണക്കമുളകില്ലേ, ഉണക്കമുളക് ചതച്ചത്, ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചത് കൊണ്ട് തന്നെ ഈസിയാണ് ചേർത്ത് കൊടുക്കാൻ. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൾസ് ബട്ടണിൽ ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ചൂടായതിന് ശേഷം സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ പുട്ടുണ്ടല്ലോ, കുഴച്ച് വെച്ചേക്കുന്ന പുട്ടൊക്കെ ഒന്ന് ശരിക്കൊന്ന് പൊടിയായിട്ട് മാറ്റിയെടുക്കണം. ഇപ്പം ഞാനിപ്പം മിക്സ് ആക്കിയിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കട്ടയായിട്ടുണ്ടാവും. അതൊന്നിക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ തവി കൊണ്ടോ ഒന്ന് പൊടിയാക്കി എടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയും ഉള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റും ഉണ്ടാവും. അതേപോലെ നല്ല ഓറഞ്ച് കളറായിരിക്കും കേട്ടോ നമ്മുടെ പുട്ടിന്. ഇനി ഒന്നുമില്ല, ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, സാധാരണ ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യാറ്, പക്ഷേ വീഡിയോയിൽ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തവി യൂസ് ചെയ്യുന്നത്. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടിയായിട്ട് എല്ലാം ക്യാരറ്റ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളറ് കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല ഓറഞ്ച് കളറാണ് ഇപ്പം തന്നെ ഉള്ളത്. ആവിയിൽ വെന്ത് കഴിയുമ്പം കുറച്ചും കൂടി നല്ല കളറായിട്ട് മാറിക്കോളും. പിന്നെ ക്യാരറ്റും ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ചേർക്കാം. ഇതിപ്പോൾ ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം പിറ്റേ ദിവസം എനിക്ക് പണി കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുന്നത്. റെഡിയാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ആകുമ്പോഴത്തെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. പിന്നെ പൊൻകതിൻ്റെ പുട്ടുപൊടി പൊതുവേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് ആഡോ കാര്യങ്ങളോ ഒന്നും അല്ല, ശരിക്കും അവരുടെ പൊടി ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് പുട്ടുപൊടികൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് പൊൻകതിര് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വൈകുന്നേരം വരെ വെച്ചാൽ പോലും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുക. തേങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചധികം തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. കാരണം എനിക്ക് പൊതുവെ തേങ്ങ കുറച്ചധികം ഉള്ളത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. കളർ കണ്ടില്ലേ, അടിപൊളിയാണ്. ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിന് കറിയുടെ യാതൊരു ആവശ്യമില്ല. അതേപോലെ തന്നെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ബ്രോഡ് ബീൻസ് തോരനാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു അമരവാൾ എന്നാണ് മലയാളത്തിൽ പറയുന്നതെന്ന്. എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല, അതുകൊണ്ട് തന്നെ ഇതാ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ സംഭവം. ഇപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു, ഒരു കടായി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിൽ ആയാലും മതി. വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വേറെ ആയിരിക്കും കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ മതിയാവും. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒരുപാടൊന്നും വേവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ബ്രോഡ് ബീൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. കുറച്ച് കനത്തിലാണ് കേട്ടോ അരിഞ്ഞേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കാം. ഇനി അതല്ല വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ വെള്ളം ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒരുപാടല്ല, കയ്യിൽ ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചങ്ങ് വേവിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ല, ഇതിന് ശരിക്കും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. എന്നാലും സമയം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഈ തോരനിലൊരു ഗ്രീൻ കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് തേങ്ങയും പച്ചമുളകും മല്ലിയില കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. കാരണം നമ്മളിതിലേക്ക്
വെള്ളക്കടലയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളക്കടലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ മല്ലിയില കുറച്ച് അധികവും ചേർത്തിട്ടുണ്ട്, ആ ഒരു ടേസ്റ്റും സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തോരൻ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന വെള്ളക്കടലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കടല ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ എൻ്റെ വീട്ടിൽ നോക്കിയപ്പോൾ കുറച്ച് കടല ബാക്കിയുണ്ട്, അത് കറിക്കുള്ളത്രയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചു എന്നാൽ പിന്നെ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിയുമാണ്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ തോരനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും കടല ചേർത്തപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാ വെള്ളക്കടലയൊക്കെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അഥവാ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ തേങ്ങയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല ബ്രോഡ് ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറിനൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ്. പിന്നെ രസം ചോറുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അടിപൊളി കോംബോ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവും ഉണ്ട്, നല്ല മണവുമാണ്, മല്ലിയിലയുടെ മണമുണ്ട്, പച്ചമുളകിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു തോരൻ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി അടുത്തത് മോര് കാച്ചിയതിൻ്റെ റെസിപ്പിയാണ്. ശരിക്കും ഇതിൻ്റെ റെസിപ്പി ഇടേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ശരിക്കും ഇങ്ങനെയല്ല ഉണ്ടാക്കാറ്. ആദ്യമേ മോരൊക്കെ ചൂടാക്കിയിട്ട് മാറ്റി വെച്ച് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ടൈം വളരെ കുറവായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്നുള്ള പരിപാടികളാക്കുകയാണ്. അപ്പം പാൻ ചൂടാക്കാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു, ഉലുവ ചേർത്ത് കൊടുത്തു. പിന്നെ വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയാണ് വേണ്ടത്, പക്ഷേ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. ആ സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇത് നമ്മൾ നേരത്തെ തന്നെ ഉടച്ച് വെച്ചേക്കുന്ന തൈരിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തൈരിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എത്ര ലൂസ് വേണോ അത്രയും ലൂസായിട്ട് ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മോരൊന്ന് ചൂടാക്കി എടുക്കുക. അത്രേ ഉള്ളൂ. ഒരു 2-3 മിനിറ്റ് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഈ സമയത്ത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി ഉലുവ ചേർത്തുകൊണ്ട് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു മോര് കാച്ചിയതാണ്. ഇതെല്ലാം ഞാൻ തലേദിവസം രാത്രി തന്നെ റെഡിയാക്കിയതാണ്. അതുകൊണ്ടാണ് കുറച്ച് ക്ലാരിറ്റി പ്രശ്നമുണ്ട്. പിന്നെ മോളെ ജിജുവേട്ടൻ്റെ ഏൽപ്പിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ ആംഗിൾ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. എന്തുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ടാറ്റാ ബൈ.